ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോയമ്പിൻ്റെ 40-ാമത്തെ ദിവസം ഈ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുവാനും അതിൻ്റെ മധ്യയുള്ള വചനധ്യാനവുമായി എഴുന്നേറ്റ് നിൽക്കുവാനും വലിയവനായ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് നിമിത്തമായി തീർന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് ഏവൻഗേലിയോൻ വായിച്ച വേദഭാഗമായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവസാനത്തെ 3 വാക്യങ്ങൾ കുറിവാക്യമായി വായിച്ചു കൊള്ളട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെ. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്നിൽ എന്നു മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്നിൽ എന്നു മതി വസിക്ക. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ദേവാലയത്തിൽ വന്ന് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുവാൻ, ഞങ്ങളുടെ പാപങ്ങൾ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവലാദികളൊക്കെ അങ്ങയുടെ സന്നിധിയിലൊന്ന് നിരത്തി വെക്കുവാൻ തമ്പുരാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം കർത്താവേ. ജീവിതത്തിൽ കുറവുകൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. അവിടുത്തെ ദൈവവചനം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും കർത്താവെ, മനഃപൂർവ്വമായി തെറ്റിച്ച ചില സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവെ. ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചാട്ട് കർത്താവെ. ഈ കടന്നു വന്ന നിന്റെ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. സ്ഥിരമായി ദേവാലയത്തിൽ വന്ന് നിന്നെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മാറ്റമില്ലാത്ത തിരുവചനമൊക്കെ ശ്രവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന താല്പര്യത്തിനായി സ്തോത്രം കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ നൊമ്പരങ്ങൾ, വേദനകൾ, ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. സ്വർഗത്തിലെ അപ്പച്ചൻ സകലതും അറിയുന്നവർക്ക് സ്തോത്രം കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണേ. ഞങ്ങളുടെ അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കൊച്ചമ്മയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കണേ കർത്താവെ. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. യാതൊരു യോഗ്യതയില്ല കർത്താവെ. ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണേ. ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ തന്ന് സഹായിച്ചാട്ട് കർത്താവെ. കേൾക്കുന്നതിന്റെ മക്കളുടെ ഹൃദയത്തിൽ പതിരായി പോകല്ലേ. മാനവും മഹത്വത്തോട് നിർത്താട്ട് യേശുവപ്പത്തിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാകണമേ. കഴിഞ്ഞ 39 ദിവസമായി ഈ ദേവാലയത്തിൽ ദൈവമക്കളിലൂടെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ് നാം മടങ്ങി വരണമെന്നുള്ളത്. ഒരു പാപിയായ മനുഷ്യന്റെ മടങ്ങിവരവനെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നാം ഏവൻഗേലിയോൻ വായിച്ച വേദഭാഗം. കഴിഞ്ഞ കാല ജീവിതം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അനവധി പാപങ്ങൾ, പല മ്ലേച്ഛകരമായ അശുദ്ധികൾ, അറപ്പും വെറുപ്പുമുളവാക്കുന്ന പല പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാം സ്വയം ചെയ്തതല്ല ഈ പാപങ്ങളൊക്കെ. ഈ ലോകത്തിന്റെ ദുഷ്ടനായ സാത്താൻ എൻ്റെ നിങ്ങളുടെ മനസ്സിലും ചെവിയിലും ഒക്കെ ചില പ്രലോഭനകരമായ ചിന്തകൾ പറഞ്ഞു തന്നാണ് ഈ പാപങ്ങളൊക്കെ നാം ചെയ്തത്. എന്താണ് അവൻ പറഞ്ഞു തന്ന ചിന്തകൾ? ആരും അറിയത്തില്ല, ആരും കാണത്തില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ദൈവം പോലും അറിയത്തില്ല, നോ പ്രോബ്ലം, ഡോണ്ട് വറി. ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എന്നോടും നിങ്ങളോടും ഇങ്ങനെ ചില പ്രലോഭനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് ഞാനും നിങ്ങൾ ഈ പാപങ്ങളൊക്കെ ചെയ്തത്. മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ നിങ്ങളെ ഈ പാപം ചെയ്യിപ്പിച്ച സാത്താൻ എന്നെ നിങ്ങളെ നരകത്തിൽ തള്ളിയിടാനും അവൻ മുമ്പിൽ തന്നെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, അവൻ ചതിയനാണ്, വഞ്ചകനാണ്. ഇനി എന്താണ് ഈ ശിക്ഷാവിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗം?
ഒറ്റ മാർഗമേ ഉള്ളൂ, നാം മടങ്ങി വരണം. നമുക്ക് കാരുണ്യനിധിയായ ഒരു അപ്പനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അപ്പന്റെ സന്നിധിയിൽ വന്ന്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മക്കളെന്നുള്ള പദവിക്ക് ഞങ്ങൾ യോഗ്യരല്ല, കർത്താവേ നിന്റെ ദാസനെ പോലെ ഞങ്ങളെ കരുതിയാൽ മതി എന്ന് മനസ്സുരുക്കത്തോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അപ്പൻ നമ്മളെ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ. അവൻ മാറോട് ചേർത്ത് നമ്മളെ സ്വീകരിച്ച് അവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി മേൽത്തരമായ ചില സമ്മാനങ്ങൾ തരാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് സമ്മാനങ്ങൾ? ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സമ്മാന പെരുമഴ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു മുട്ടുസൂചി പോലും കിട്ടാത്ത അനുഭവമല്ല. ഉറപ്പുള്ള ചില സമ്മാനങ്ങൾ, 1 അല്ല 2 അല്ല 3 അല്ല 4 സമ്മാനങ്ങൾ. എന്താണ് ഈ സമ്മാനങ്ങൾ? ഇന്ന് കുറിവാക്യമായി വായിച്ച വേദഭാഗത്ത് അത് എഴുതി വെച്ചിട്ടിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 1-ാമത്തെ സമ്മാനം ഒരു മേൽത്തരമായ അങ്കി, 2-ാമത്തെ സമ്മാനം വിരലിൽ അണിയാൻ ഒരു ചെരുപ്പ്, 3-ാമത്തെ സമ്മാനം വിരലിൽ അണിയാൻ ഒരു മോതിരം, 3-ാമത്തെ സമ്മാനം കാലിൽ ഇടാൻ ഒരു ചെരുപ്പ്, 4-ാമത്തെ സമ്മാനം ഇറച്ചിയും കൂട്ടി ഒരു ഭക്ഷണം, അടിപൊളി ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ തടിച്ച കാളക്കുട്ടിയാർത്ത് ഭക്ഷണം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സമ്മാനങ്ങളെ പറ്റി നമുക്ക് അല്പാൽപമായിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ സമ്മാനം മേൽത്തരമായ ഒരു അങ്കി. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ അങ്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ചില ജോലിയിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വസ്ത്രത്തിലും ഒക്കെ ചില അഴുക്കുകളൊക്കെ പറ്റാറുണ്ട്. അത് നമ്മൾ ചില സോപ്പ് വെച്ചും അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് നമ്മൾ അത് കഴുകി ശുദ്ധീകരിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചെയ്ത ഈ പാപത്തിന്റെ കറ എങ്ങനെ നീക്കി മാറ്റാൻ സാധിക്കും? അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. അങ്ങ് കാൽവറിയിൽ യാഗമായ നമ്മുടെ അരുമനാഥന്റെ ചങ്കിൽ നിന്ന് ഇറങ്ങി വന്ന ചോര കൊണ്ട് മാത്രമേ ഈ പാപക്കറ നീക്കാൻ സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ അരുമനാഥന്റെ ചങ്കിൽ നിന്ന് ഇറങ്ങി വന്ന രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചൊരു അങ്കിയാണ് ഇന്ന് നമുക്ക് 1-ാമതായിട്ട് സമ്മാനമായി തന്നിരിക്കുന്നത്. ഈ അങ്കി നാം അണിഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള പാപങ്ങളൊക്കെ മറച്ചു കളയും. സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പാപം മറയ്ക്കുന്ന അങ്കിയാണ് ഈ അങ്കി. ഈ അങ്കി നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ ഇനി മുതൽ നമ്മൾ പാപിയല്ല, ഒരു ദൈവ പൈതലായിട്ട് നാം മാറുകയാണ്. ഈ അങ്കിയെപ്പറ്റി തിരുവചനത്തിൽ ചില ഭാഗങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു, വെള്ള നീല അങ്കി എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. ഈ അങ്കിയില്ലാതെ പർദീസയിൽ അത്താഴമുണ്ണാൻ സാധിക്കത്തില്ല. ഈ അങ്കിയില്ലാതെ കർത്താവ് ഒരുക്കിയ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കത്തില്ല. ഈ അങ്കിയില്ലാതെ രാജാവിന്റെ മകന്റെ കല്യാണത്തിന് പ്രവേശനം ലഭിക്കത്തില്ല. ഇതൊരു കല്യാണ വസ്ത്രം കൂടെയാണ് പ്രിയപ്പെട്ടവരെ. രാജാവിന്റെ മകന്റെ കല്യാണത്തെ പറ്റി മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തന്ന ഭാവന വെച്ച് അല്പമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു രാജാവിന്റെ മകന് കല്യാണം വന്നിരിക്കുകയാണ്. അവൻ തന്റെ ദാസന്മാരെ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് അയച്ചു. എന്നാൽ പലരും പല ഒഴിവുകൾ പറഞ്ഞ് മാറിക്കളഞ്ഞു. പിന്നെ രാജാവ് പറഞ്ഞു, നിങ്ങൾ വഴിത്തലയ്ക്കലും കോണിലും അവിടെ ഇവിടേക്ക് ഇരിക്കുന്നവരെല്ലാം വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ദാസന്മാർ പോയി അവിടെ കണ്ടുവരാൻ കേട്ട് എല്ലാം പോയി വിളിച്ചു. ഈ കല്യാണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ടവർ. എന്താണെന്നറിയാമോ? കല്യാണം വിളിക്കുമ്പം തന്നെ കല്യാണ വസ്ത്രം കൂടെ കയ്യിൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ, സഹോദര എന്റെ മോന്റെ കല്യാണം, എന്നാ ഈ പാൻറ് ഇട്ടുകൊണ്ട് വരണം എന്നും പറഞ്ഞൊരു പൊതി എടുത്തും കൊടുക്കും. അതുപോലെ സഹോദരി, ഇതെന്റെ മോന്റെ കല്യാണമാണ്, ഈ ചൂരിദാർ ഇട്ടുകൊണ്ട് അല്ലെ ഈ സാരി ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞൊരു പൊതി എടുത്ത് കൊടുക്കുന്ന കല്യാണം. അങ്ങനെ എല്ലാവരും കല്യാണം വസ്ത്രവും ധരിച്ച് ആഡിറ്റോറിയത്തിൽ ചെന്ന് എല്ലാവരും കല്യാണ വസ്ത്രം അണിഞ്ഞ് ആഡിറ്റോറിയത്തിനകത്ത് പ്രവേശിച്ചു. വിരുന്നുകാരെ കൊണ്ട് വിരുന്നുശാല നിറഞ്ഞു. രാജാവിത വിരുന്നുകാരെ കാണാനായിട്ട് ഫ്രണ്ട് ഗേറ്റ് വഴി അകത്തോട്ട് കയറി സെൻട്രലിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഇടവും വലവും നോക്കിക്കൊള്ളാം, എല്ലാവരും മനോഹരമായി ആ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ രാജാവ് ആ പടിയിറങ്ങി സ്റ്റേജിന്റെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ കാണാം ഇടത്ത് സൈഡിലായിട്ട് ഒരു വ്യക്തി ഒരു കാക്കി പോലെ ഒരു വസ്ത്രം ധരിച്ച ഒരാളിരിക്കുന്നു. രാജാവ് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, നീ എങ്ങനെയാടാ ഇതിനകത്ത് വന്നത്? അപ്പോൾ അവൻ പറഞ്ഞ്, രാജാവേ, ഈ ചെറിയ ഷട്ടറിൽ അതിലെ കൂടെ അച്ഛന്മാരും ക്യാമറക്കാരും ഒക്കെ കയറാനൊക്കെ കൊണ്ട് ഷട്ടർ തുറന്നു. അന്നേരം ചാടി ഞാൻ അങ്ങ് അകത്ത് കയറി. നിന്നെ ആരും കണ്ടില്ലയോ? ആരും കണ്ടില്ല, 2-3 അച്ഛന്മാരുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ചാടിയെന്ന്. ഉടനെ രാജാവ് പറഞ്ഞു,
ആ ദാസന്മാരെ വിളിച്ചു, യവനെ കൈയും കാലും കെട്ടി അപ്പുറത്ത് വേസ്റ്റ് കത്തിക്കുന്ന പുരയുണ്ടല്ലോ അവിടെ കൊണ്ട് തട്ടിയേക്കാൻ പറഞ്ഞു. അവൻ അവിടെ കിടന്ന് പുകഞ്ഞ് കിടക്കട്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഈ കല്യാണ വസ്ത്രം അവനില്ലായിരുന്നു. കർത്താവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച അങ്കി ഈ മനുഷ്യനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള പാപം അവൻ പോക്കിയിട്ടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഈ അങ്കി ലഭിച്ചിട്ടുണ്ടോ? ഈ കല്യാണ വസ്ത്രം ഇതുവരെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ മനുഷ്യന്റെ അനുഭവമായിരിക്കും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവുന്നത്. ഈ അങ്കിയെപ്പറ്റി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ കാണിച്ചിരിക്കുന്നത് വെള്ള നീല അങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ച് കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് ആർത്തുപാടി സ്തുതിക്കുന്ന ഒരു കൂട്ടത്തെ അവിടെ കാണുവാൻ സാധിക്കും. അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തങ്ങളുടെ അങ്കിയെ കഴുകി ശുദ്ധീകരിച്ചവരാ. പ്രിയപ്പെട്ടവര്, ഈ ഭാഗത്തെ പറ്റി സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ. കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ നിങ്ങൾ കാണുമെന്ന് ഏതെങ്കിലും ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്കുള്ള പോക്കാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രയാസത്തിലേക്കുള്ള പോക്കായിരിക്കും. അന്ത്യനാളുകളിൽ അച്ഛന്മാർ ശുശ്രൂഷയിൽ പറയുന്നത് പോലെ, എന്ത് ഖേദം, ഈ കാഴ്ച ദുഃഖത്തോട് നെടുവീർപ്പോട് സങ്കടത്തോടു കൂടി പോകേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കരച്ചിലും പല്ലുകടിയുമാണ്. അവിടെ പുഴുവിന്റെ ഇടയിൽ കിടക്കേണ്ട ഒരു അനുഭവം. ഈ കല്യാണ വസ്ത്രം നേടുവാൻ, ഈ അങ്കി ലഭിക്കുവാൻ ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മടങ്ങി വരണം. മടങ്ങി വന്ന് ഈ അപ്പന്റെ സന്നിധിയിൽ ചെന്ന് പറയണം, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തപ്പാ. നിന്റെ മക്കളെന്ന് പറയാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ലപ്പാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അപ്പാ. ഇന്നു മുതൽ ഞാൻ നിന്റെ വകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പൻ നമ്മളെ സ്വീകരിക്കും, മാറോട് ചേർക്കും. ഒന്നാമത്തെ സമ്മാനമായി ഈ അങ്കി നമുക്ക് സമ്മാനമായി തരും. ഈ അങ്കിയിൽ നിന്നും അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതുവരെയുള്ള നമ്മുടെ പാപങ്ങൾ മറച്ചു കളയുന്നെങ്കിൽ ഇനി മുതൽ ഞാനും നിങ്ങളും പാപിയല്ല, ഒരു ദൈവവൈദ്യരായിട്ട് മാറും. രണ്ടാമത്തെ സമ്മാനം ഒരു മോതിരം. പ്രിയമുള്ളവരെ, ഈ കർത്താവ് ഈ ഉപമ പറയുന്നത് ഏതാണ്ട് 2025 വർഷത്തിന് മുമ്പാണെന്ന് ഓർക്കണം. അന്ന് ആധുനിക രീതിയിൽ സ്വർണം കുഴിച്ചെടുക്കുന്ന സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആഭരണങ്ങൾ പണിയാനുള്ള മിഷനറികളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് മോതിരം ഇടുന്നതും സ്വർണം അണിയുന്നതൊക്കെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അതുപോലെ വലിയ വലിയ സമ്പന്നന്മാരും മാത്രമേ ഈ മോതിരമൊക്കെ അണിയാൻ സാധിച്ചിരുന്നുള്ളൂ. എന്തിനാ കൂടുതൽ പറയുന്നത്? 10-70 വർഷം മുമ്പ് നമ്മുടെ അമ്മച്ചിമാരെ നമ്മുടെ ഭവനത്തിൽ കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ കൈ നിറച്ച് വള, കാലെ കൊലുസ്, കഴുത്തേല് നെക്ലേസ്, പിന്നെ നെറ്റിപ്പട്ടം, ഇതൊക്കെ ഉണ്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? എൻ്റെ കണക്കൂട്ട് ശരിയാണെങ്കിൽ 90% വീടുകളിലും നമ്മുടെ അമ്മമാർ വന്നത് ഒരു കൊച്ചു നൂല് പോലൊരു മാലയും ഒരു കൊച്ചു കമ്മലും ഇട്ടോണ്ടാണ്. ഈ വരുന്ന ഉടനെ നമ്മുടെ അപ്പച്ചന്മാർ ഈ മാലയെ കണ്ണുവെക്കും. 1 മാസം ആകുമ്പം അപ്പച്ചന്മാര് തട്ടി തടവി ചെന്ന് അമ്മച്ചിമാർ അടുത്ത് നേടി, അന്നമ്മേ, നമ്മുടെ പശുവിൻ്റെ കറവയൊക്കെ പറ്റാറായി, പിന്നെ തെങ്ങിന് വളമിടണം, വാഴയ്ക്ക് വളമിടണം, പിന്നെ 100 കാര്യങ്ങളങ്ങ് പറയും പ്രിയപ്പെട്ടവർ. എന്നിട്ട് പറയും, ആ മാല ഞൂരിത. ആദ്യം പറയും നോ 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 എന്ന് പറയും. പിന്നെ സ്നേഹം കൂടി വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ മാല ഊരിയങ്ങ് കൊടുക്കും. ഈ നമ്മുടെ അപ്പച്ചന്മാർ ഈ മാല കൊണ്ട് ചെന്ന് ഏതെങ്കിലും പിള്ളമാരുടെ കടയിൽ കൊണ്ട് ചെന്ന് പടയം വെക്കും. എന്ത് 50 രൂപയല്ലായിരിക്കും കിട്ടിയത്. ഈ അമ്മച്ചിമാരെന്ത് ചെയ്യുമെന്ന് അറിയാം? കഴുത്ത് ഇങ്ങനെ ചുമ്മാ കിടക്കണ്ടെന്നും പറഞ്ഞ് നൂലെടുത്ത് ഈ മിന്നെടുത്ത് അതിലിട്ട് ഒരു നൂലിനകത്ത് കെട്ടി അത് കെട്ടിക്കൊണ്ടിരിക്കും. അപ്പച്ചന്മാർ 50 രൂപ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു തേക്കല പൊതിഞ്ഞുകൊണ്ട് എന്തുവാണെന്നറിയാം? ഇറച്ചി, ഒരു പങ്ക് ഇറച്ചിയും മേടിച്ചോ. ഇത് കാണുമ്പോൾ പിന്നെ അമ്മച്ചിമാരുടെ സങ്കടം അങ്ങ് തീരും.
ഈ അമ്മച്ചിമാരെന്ത് ചെയ്യാന്ന് പറയാം, 3 കല്ലിന്റെ പുറത്തൊരു വലിയ കലവും വെച്ച് ഊതൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കിടന്ന് ഊതി ഊതി ഈ പുകയെല്ലാം കൂടെ എന്ത് ചെയ്യുന്ന പറയാ ഈ കഴുത്തലോട്ട് അടിച്ച് 1 മാസം ആകുമ്പോഴത്തേക്ക് ഈ വെള്ള നൂലങ്ങ് കറുപ്പ് നൂലാവും. പിന്നെ അയലോക്കത്തുള്ള ആരെങ്കിലും പറയും, എടി അന്നമ്മ നിന്റെ കഴുത്തായിരുന്ന നൂലല്ല കറുത്തു പോയല്ലോടി, നീ വെളുത്ത നൂലിടും, ആ ഒരു നൂല് മാറ്റിയിടും. അപ്പൊ അങ്ങനെ നൂല് മാറ്റിയിടും. അമ്മച്ചിമാരെ പറയും, എന്റെ സ്വർണ്ണം ഇതാ നിങ്ങൾ എടുത്തോട്ട് തരാത്തെ. അപ്പച്ചന്മാരെ അടുത്ത് പറയും. ഈ അപ്പച്ചന്മാർ എടുത്തു തരാടി, അടുത്ത കറവട്ട് അതാ ഇതാന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും. എന്നിട്ട് അവര് ചുമ്മാതെ അപ്പച്ചന്മാർ കൊണ്ട് ചെന്ന് ആ സ്വർണം വെച്ചെടുത്ത് എന്ന് ചോദിക്കുക, പിള്ളേച്ചാ എന്റെ സാധനമായിട്ട് ഇരിപ്പുണ്ടോ? ആ ഉണ്ട്. എത്ര രൂപ ആവും എടുക്കാൻ? അതൊരു 500 കൊണ്ട് പോര്. 50 വെച്ചതാ, 2 മാസമായപ്പോഴത്തേക്ക് 500 ഈ 500 എന്ന് പറഞ്ഞാൽ എത്ര? ഇന്നത് 5 ലക്ഷം രൂപയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മാച്ചിമാരും മരിക്കുന്നവരെ അത് സാധനം തിരിച്ചു കിട്ടത്തില്ല. ഈ നൂല് ഇട്ടുകൊണ്ട് നടക്കണം. ചാവപ്പെട്ടി വെക്കുന്നത് വരെ ഈ സാധനം കാണാൻ കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ അപൂർവമായ ഒരു സാധനമായിരുന്നു. അന്ന് സാമ്പത്തികമുള്ളവരില്ല പ്രിയപ്പെട്ടവരെ. ഈ സ്വർണം എന്ന് പറയുന്നത് അപൂർവമായ ഒരു സാധനമായിരുന്നു. അന്നൊക്കെ ചില മുതലാളിമാര് അവരുടെ മക്കളൊക്കെ മോതിരമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ടൗണിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓച്ചാനിച്ച് ചെന്ന് നിൽക്കും. ആ മുണ്ടൊക്കെ താത്തിട്ട് ഇങ്ങനെ തൊഴുത് ഒരു വല്ലാത്തൊരു ബഹുമാനത്തോടു കൂടി നിൽക്കും. പ്രിയമുള്ളവരെ, ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമുക്ക് തന്ന 2ാമത്തെ സമ്മാനത്തിന്റെ അനുഭവം എന്താണെന്നറിയോ? ഒരു ബഹുമാനമാണ് നിനക്ക് തരുന്നത്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കൊരു ബഹുമാനം തരും ദൈവം. 2ാമത്തെ സമ്മാനം നിനക്കൊരു ബഹുമാനം. നിന്റെ ഭവനത്തിൽ നിനക്കൊരു ബഹുമാനം, നിന്റെ മക്കളുടെ മുമ്പിൽ നിനക്കൊരു ബഹുമാനം, നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിനക്കൊരു ബഹുമാനം, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിനക്കൊരു ബഹുമാനം, നിന്റെ പ്രാർത്ഥനക്കൂട്ടത്തിൽ നിനക്കൊരു ബഹുമാനം, നിന്റെ ദേവാലയത്തിൽ നിനക്കൊരു ബഹുമാനം, എവിടെ ചെന്നാലും നിനക്കൊരു ബഹുമാനം. രാഷ്ട്രീയക്കാർക്കും ആൾക്കാർ ബഹുമാനമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങേറ്റം മന്ത്രിമാര്, MLA മാര്, MP മാര്, ഇങ്ങനെ താഴെ തൊട്ട് മേള് വരെയുള്ളവർക്ക് ആൾക്കാരൊക്കെ ബഹുമാനം കൊടുക്കുക. ഈ ബഹുമാനത്തിന്റെ പേരെന്തോന്നറിയോ? അഭിനയ ബഹുമാനം. കാര്യം നടക്കുന്നവരെയുള്ള ബഹുമാനമേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവപൈതലേ, നമ്മുടെ അപ്പൻ തന്ന മോതിരം ഇട്ടുകൊണ്ട് നടന്നാൽ നീ എവിടെ ചെന്നാലും നിന്നെ ബഹുമാനിക്കും. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കൊള്ളട്ടെ. പണ്ട് ലക്കില്ലാതെ വീട്ടിൽ കിടന്ന് രാത്രി കിടന്നും ഭയങ്കര ബഹളം. അയലോക്കക്കാർക്കും ഉറക്കമില്ല, വീട്ടുകാർക്കും ഉറക്കമില്ല. അങ്ങനെ ഒത്തിരി അസമയം വരെ ഈ പ്രശ്നം ഞാൻ നടന്നുകൊണ്ട് വരും. അയലോക്കക്കാരും ഉറങ്ങത്തില്ല. അങ്ങനെ വളരെ വൈകി വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ എണ്ണിച്ചിട്ട് ഇങ്ങനെ ഈ അയലോക്കത്ത് ആ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ചില വീടുകളിൽ നിന്നൊരു അവശബ്ദം വരും. എന്താണെന്നറിയാം? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി അറിയും, വെള്ളം കുടിച്ചിട്ട് വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു അവശബ്ദം എങ്ങനെ എന്ന് വെച്ചാൽ വാടക എടുക്കുന്നതല്ല പ്രിയപ്പെട്ടവർ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? പന്നം പോന്ന്. മനുഷ്യന് സമാധാനം തരാത്ത പന്നം പോന്ന് 10 വെട്ടി അവന്റെ പുറമ്പളൊക്കെ 4 എണ്ണം കൊടുക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പകയോട് നോക്കിയിരുന്ന ഒരു കാലഘട്ടം, കോപത്തോട് നോക്കിയിരുന്ന ഒരു കാലഘട്ടം, ദേഷ്യത്തോട് നോക്കിയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഈ കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോട് നോക്കുന്നവരെ കാണാം നമുക്ക്. അതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് വിശേഷം ചോദിക്കുന്നവർ, സന്തോഷത്തോട് കുശലാന്വേഷണം ചോദിക്കുന്നവർ, ഗുഡ് മോർണിംഗ് പറയുന്നവർ, കൈവക്കി സന്തോഷം പങ്കിടുന്നവർ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? കർത്താവിന്റെ കൃപയല്ലാതെ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. ഈ പന്നിയുടെ നാറ്റവുമായി വന്ന ഈ മുടിയൻ പുത്രൻ അപ്പൻ കൊടുത്ത മോതിരമായിട്ട് ഇങ്ങനെ കൈയും വീശി ബാല്യക്കാരുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ ബാല്യക്കാര് പറഞ്ഞു കാണും, നമ്മുടെ കൊച്ചു മുതലാളി വന്നേ. ബഹുമാനത്തോട് പറഞ്ഞു കാണും പ്രിയപ്പെട്ടവരെ. ഈ മോതിരത്തിലൂടെ ലഭിക്കുന്ന അനുഭവം എന്താണെന്നറിയോ? ബഹുമാനം. 2ാമത്തെ സമ്മാനം. മടങ്ങി വരുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തമ്പുരാൻ കൊടുക്കുന്ന 2ാമത്തെ സമ്മാനം ബഹുമാനം. ഇതാർക്കും പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ആരെയൊന്നും പിടിച്ചു മേടിക്കാനും ഒക്കത്തില്ല. തമ്പുരാൻ തരുന്ന ബഹുമാനം ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല. ഈ ബഹുമാനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വന്നാട്ടെ. അപ്പന്റെ സന്നിധിയിലോട്ട് മടങ്ങി വന്ന് പറ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. നിന്റെ മക്കളെന്നുള്ള പദവിക്ക് ഞാൻ യോഗ്യനല്ല. കൂലിക്കാരനെ പോലെ കണ്ടാൽ മതി അപ്പ. നീ എന്നെ സ്വീകരിക്കണമേ. ഇന്ന് മുതൽ ഞാൻ നിന്റെ വകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ അപ്പൻ നമ്മളെ സ്വീകരിക്കും. മാറോട് ചേർത്ത് സ്വീകരിച്ചിട്ട് ഈ മോതിരം നമ്മുടെ കയ്യിൽ അണിയിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങളുടെ ഉള്ളങ്ങളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 3ാമത് അപ്പൻ തരുന്ന സമ്മാനം ഒരു ചെരുപ്പ്.
എന്താണ് ഈ ചെരുപ്പ്? ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ ദേവാലയത്തിൽ വന്നത് ദൂരെയുള്ള ഒരു വാഹനത്തിലും അടുത്തുള്ളവർ നടന്നും ഒക്കെയാണ് വന്നത്. എന്നാൽ എല്ലാവരുടെ കാലിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു. നാളെ നമ്മളൊരു തീരുമാനം എടുക്കുക, വാഹനം വേണ്ട, എല്ലാവരും നടന്നു വരിക, ചെരുപ്പില്ലാതെ നടന്നു വരികയെന്ന് വിചാരിച്ചു. ചെരുപ്പില്ലാതെ നടന്നു വരിക, മരങ്ങാട്ടെന്ന് വരുന്നവരും കാഞ്ഞിരയില് വരുന്നവരും എല്ലാം ചെരുപ്പില്ലാതെ നടന്നു വരിക, വണ്ടിയൊക്കെ ഒതുക്കാൻ കിടുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ നടന്നു വരുമ്പോൾ കല്ലുകളുണ്ട്, കുപ്പിച്ചില്ലുകളുണ്ട്, മുള്ളുകളുണ്ട്, ചില പാറ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നുയർന്നിരിക്കും. അതിന്റെ മണ്ടയിലോട്ട് കാല് ചവിട്ടുമ്പോൾ നമ്മൾ പറയും അയ്യോ അയ്യോ അയ്യോ. വേദനിക്കുന്ന അനുഭവങ്ങൾ. ഈ കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. കടഭാരം ഉണ്ടാകാം, രോഗമായിരിക്കാം, ചില സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, ജപ്തി നോട്ടീസുകളായിരിക്കാം, ചിലപ്പോൾ നിന്റെ ഭർത്താവിന്റെ മദ്യപാനമായിരിക്കാം, നിന്റെ ഭാര്യയോട് എടുത്തിയാടിയുള്ള സംസാരമായിരിക്കാം, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ പുറത്തുകൂടെ നടന്നു നീങ്ങുവാനുള്ള ശക്തി തരുന്നതാണ് ഈ ചെരുപ്പ്. നിന്റെ വേദനിക്കുന്ന അനുഭവങ്ങൾ, നിന്നെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നിനക്ക് മാനസിക സംഘർഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളുടെ പുറത്തുകൂടെ നടന്നു നീങ്ങുവാനുള്ള ശക്തി തരുന്നതാണ് ഈ ചെരുപ്പ്. സിനിമാ നടിമാര് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, അവർക്ക് 15,000-ന്റെ 20,000-ന്റെ ചെരുപ്പുണ്ട്. എന്നാൽ കർത്താവ് കൊടുത്ത ചെരുപ്പില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് കൊടുത്ത ചെരുപ്പുണ്ടെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ ചെരുപ്പ് കിട്ടിയ ദാവീദ് എന്താണ് വിളിച്ചു പറയുന്നത്? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നിന്ന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. വീണ്ടും ദാവീദ് പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയനായി അതിന്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ കിട്ടി ഈ ധൈര്യം? കർത്താവ് കൂടെ ചെരുപ്പ് കൊണ്ട് കിട്ടിയ ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എങ്ങനെ ശക്തി കിട്ടി? കർത്താവ് കൊടുത്ത ചെരുപ്പിന്റെ ബലമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുമ്പിൽ താഴ്വരകളുണ്ട്, കൂരിരുൾ താഴ്വരകളുമുണ്ട്. എന്നാൽ അതിന്റെ മുകളിലൂടെ നടന്നു നീങ്ങുവാനുള്ള ശക്തി തരുന്നതാണ് ഈ ചെരുപ്പ്. എങ്ങും ഭയപ്പെടേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഈ ചെരുപ്പ് സമ്മാനമായിട്ട് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ മടങ്ങി വന്നാട്ടെ. മടങ്ങി വന്ന് അപ്പന്റെ സന്നിധിയിലോട്ട് ചെന്നാട്ട്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ മകളെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യയല്ല, നീ എന്നെ സ്വീകരിക്കണമേ, നീ എന്നെ വീണ്ടെടുക്കണമേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വകയാണ്. പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ ഈ ചെരുപ്പ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും. ഈ ചെരുപ്പിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം എന്താണെന്നറിയോ? ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ലഭിക്കുന്നതാണ് ഈ ചെരുപ്പ്. നാലാമത്തെ സമ്മാനം, ഇറച്ചിയും കൂട്ടി അടിപൊളി ഒരു ഭക്ഷണം. ആഡിറ്റോറിയത്തിലിരുന്ന് ഇറച്ചി കൊണ്ടുപോയോ ഇറച്ചി കൊണ്ടുപോയോ എന്ന് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചരുവ ഇറച്ചി കൊണ്ടുവന്ന് മുമ്പിലോട്ടങ്ങ് വെക്കുക, വാരി തിന്നോളം. ആരും ചോദിക്കത്തില്ല എത്ര ഇറച്ചി തിന്നെന്ന്, നീ എന്തിനാണ് ഇത്ര എടുക്കുന്നതെന്ന് ചോദിക്കത്തില്ല. ഇപ്പൊ ഉണ്ടായ അനുഭവം എന്തുവാ? ഒരു സന്തോഷം. കൂടുതലായിട്ട് വിശദീകരിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ഭവനങ്ങളിലെ ഈ കറികളൊക്കെ എന്തൊക്കെയായിരുന്നു? ചേനത്തട, വാഴപ്പിണ്ടി, ചേമ്പും തട, ചക്കക്കുരു, ഇതൊക്കെ എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിലെ കറികൾ. അങ്ങേയറ്റം ചമ്മന്തി, ഉണക്കമീൻ, ഇതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ കറികൾ. മീനൊക്കെ പച്ചമീനൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇറച്ചിയോ വർഷത്തിൽ 2 തവണ, ഈസ്റ്ററിനും ക്രിസ്തുമസിനും. ഞങ്ങളുടെ അയലോക്കത്ത് ചില അച്ചായന്മാരൊക്കെ ക്രിസ്തുമസ് വരുമ്പോൾ ഒരു 10 ദിവസം മുമ്പ് ഏതെങ്കിലും ചന്തയിൽ പോയി ഒരു ഉരുവിനെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ കെട്ടും. കെട്ടി കഴിയുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓടി എല്ലാവരും കൂടെ വന്ന് ഈ ഉരുവിൻ്റെ ചുറ്റും അങ്ങ് ഇരിക്കും. ഓ, അതിന്റെ കരൾ വറുത്ത് തിന്നാ എന്തൊരു രസമാടാ, അതാടാ ഇതാടാ എന്നും പറഞ്ഞ് പല പല അഭിപ്രായങ്ങൾ അതിന്റെ ചുറ്റും ഇരുന്ന് അങ്ങ് പറയുന്നത്. എന്നിട്ട് അതിന് പോച്ച പറിച്ചിട്ട് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ഇതിങ്ങനെ ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. ക്രിസ്തുമസിന്റെ തലേന്ന് 24-ാം തീയതി ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇതിനെ അഴിച്ച് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ജാതിയാട്ടിന്റെ പുറകെ പോകും, കണ്ടിക്കുന്നിടത്ത്.
അവിടെ ചെന്നൊരു ഒരു മരത്തിന്റെ മൂട്ടിലിട്ട് ഇതിനെ കണ്ടിക്കും. ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ പങ്ക് എല്ലാവർക്കും കൊടുക്കും. ഈ പങ്ക് ഞങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ ഇതിനെ അരിയുന്നതും കഴുകുന്നതും എല്ലാം ഇങ്ങനെ അതിന്റെ മൂട്ടിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടപ്പേ വെക്കും. തലേന്ന് തന്നെ കുറച്ചെടുത്ത് കറി വെക്കും. അപ്പൊ അടപ്പേ വെക്കുമ്പോൾ അടുപ്പിന്റെ അവിടെ പോയിരിക്കും. എന്തിനാണെന്നറിയാമോ? ഇത് തിളച്ചു വരുമ്പോൾ ഒരു മണം വരും. ഈ മണം പിടിക്കാനാ വന്ന് ചെന്നിരിക്കുന്നത്. ഇന്നങ്ങാണം മണക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവര്? മണപ്പിക്കാൻ ചെല്ലുമ്പോൾ ആയിരിക്കും കുക്കറിന്റെ പിശല് പഹാന്നും പറഞ്ഞിട്ട് മേപ്പോട്ടങ്ങ് പൊങ്ങും. ചിലപ്പം മൂക്കും വായും എല്ലാം കൂടെ പൊള്ളി അങ്ങ് പോകും. ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ ഉരുവിനെ കൊണ്ടുവന്ന ആ സമയം മുതൽ ഈ ഇറച്ചി കഴിക്കുന്നവരെ ഉള്ളിൽ ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ടവർ, ഒരു ആനന്ദം. നിനക്ക് തരുന്ന 4ാമത്തെ സമ്മാനം നിന്റെ ഉള്ളത്തിൽ സന്തോഷം തരും. നിന്റെ പോക്കറ്റിലൊന്നുമില്ലെങ്കിലും, നിന്റെ ബാങ്കിലൊന്നുമില്ലെങ്കിലും, നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും നിന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന ഒരു ദൈവം, എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം. ഇത് സമ്പത്ത് കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഈ സന്തോഷം ലഭിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. വലിയ കപ്പലുകളുടെ ഉടമയായ ഒനാസിസ് എന്ന ശതകോടീശ്വരന്റെ മകൾ ക്രിസ്റ്റീന ഒനാസിസ് പറയുന്നു, സമ്പത്ത് കൊണ്ട് സന്തോഷം ലഭിക്കത്തില്ല എന്നുള്ളതിന്റെ ഉദാഹരണം ഞാനാണ്. ദൈവത്തിന് മാത്രമേ നമുക്ക് സന്തോഷം തരാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികമായിട്ട് തമ്പുരാനെ നീ എനിക്ക് സന്തോഷം തന്നിരിക്കുന്നു. കൊട്ടാരമുണ്ട്, മട്ടുപ്പാവുണ്ട്, ദാസിമാരുണ്ട്, ദാസന്മാരുണ്ട്, പണമുണ്ട്, സ്വർണമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും അല്ല എനിക്ക് സന്തോഷം. നീ തരുന്ന സന്തോഷമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അപ്പുറമായിട്ടുള്ള സന്തോഷം തന്ന് നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? 51-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചു വെക്കണം. അവൻ നിലവിളിച്ചു കരയാ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണേ. അവന്റെ ഈ പണവും പ്രൗഢിയും ഒന്നും അവന് സന്തോഷം കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരിച്ചു തരണേ എന്നും പറഞ്ഞ് നിലവിളിച്ചു കരയുന്ന അനുഭവം. ഇപ്പൊ സന്തോഷം ആരാ തരുന്നത്? ദൈവം തമ്പുരാൻ മാത്രമേ സന്തോഷം തരാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ സന്തോഷം ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. 4ാമത്തെ സമ്മാനം തടിപ്പിച്ച കാളക്കുട്ടിയാർത്ത് ഭക്ഷണം. ഇതിൽ നിന്നും ലഭിക്കുന്ന അനുഭവം സന്തോഷം. ഈ സന്തോഷം ലഭിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. അപ്പന്റെ സന്നിധിയിൽ മടങ്ങി എന്ന് പറഞ്ഞാട്ടെ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, നിന്റെ വകയാണ് ഇന്നു മുതൽ, നീ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയാമെങ്കിൽ നിനക്ക് സ്വീകരിച്ചിട്ട് നിനക്ക് 4ാമത്തെ സമ്മാനമായ ഈ തടിപ്പിച്ച കാളക്കുട്ടിയാർത്ത് ഭക്ഷണം, അതിന്റെ അനുഭവം സന്തോഷം. മടങ്ങി വന്ന മകന് അപ്പൻ കൊടുക്കുന്ന 4 സമ്മാനങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. ഒന്ന്, മേൽത്തരമായ ഒരു അങ്കി. ഈ അങ്കിയിലൂടെ ലഭിക്കുന്നത് അതുവരെയുള്ള പാപങ്ങൾ മറച്ചു കളയുന്ന അങ്കി. ഈ അങ്കി ലഭിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു ദൈവവൈതലായിട്ട് മാറും. ഇനി മുതൽ നമ്മൾ പാപിയല്ല. 2ാമത്തെ സമ്മാനം ഒരു മോതിരം. ഈ മോതിരത്തിലൂടെ ലഭിക്കുന്നത് ഒരു ബഹുമാനം. എവിടെ ചെന്നാലും നീ ഒരു ബഹുമാനമുള്ളവളായി മാറും. അപമാനപാത്രമായ നിന്നെ മാനപാത്രമാക്കി തരും ദൈവം തമ്പുരാൻ. 3ാമത്തെ സമ്മാനം ഒരു ചെരുപ്പ്. ഈ ചെരുപ്പിലൂടെ കിട്ടുന്ന അനുഭവം, ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി. 4ാമത്തെ സമ്മാനം തടിപ്പിച്ച കാളക്കുട്ടിയർത്ത് ഭക്ഷണം. അതിലൂടെ ലഭിക്കുന്നത് സന്തോഷം. ഈ 4 സമ്മാനങ്ങൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോയമ്പ് പ്രാർത്ഥനയ്ക്ക് സ്ഥിരമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു പ്രഹസന പ്രാർത്ഥനയാക്കി മാറ്റല്ലേ പ്രിയപ്പെട്ടവരെ. ചൂരിദാർ മാറ്റി മാറ്റി, ഡ്രസ്സ് മാറ്റി മാറ്റി ഒരു ഷോ പ്രാർത്ഥനയാക്കി ഇതിനെ മാറ്റല്ലേ പ്രിയപ്പെട്ടവരെ. ഈ നോയമ്പ് പ്രാർത്ഥന തീരുമ്പോൾ 50 ദിവസം കഴിയുമ്പോൾ കയറങ്ങളെ ഉയർത്തി ഈ 4 സമ്മാനങ്ങൾ പൊക്കി കാണിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് അപ്പച്ചന്റെ സന്നിധിയിൽ ഞാൻ മേടിച്ച സമ്മാനങ്ങളാണ്. ഇന്നു മുതൽ ഞാൻ ഒരു ദൈവവൈതലാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ഒരു ജീവിതത്തിന് ഉടമയായിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ.